Hi friends, welcome to official channel of Government ITI Malambura. ഞാൻ അബൂബക്കർ ഫിറ്റർ ഗവൺമെൻറ് ITI മലമ്പുഴ. നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ന്യൂമാറ്റിക്സ് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളും അതിൻ്റെ ഡേഞ്ചേഴ്സിനെയും പറ്റിയിട്ടാണ്. In any control system or automation, pneumatics can be economically applied. ഓട്ടോമേഷൻ നടപ്പാക്കുന്ന സമയത്ത് ഏറ്റവും എക്കണോമിക്കലി ആയി ചെയ്യാൻ പറ്റുന്നത് ന്യൂമാറ്റിക്സ് തന്നെയാണ്. ഇൻ അതർ ഇൻആക്സസിബിൾ ഏരിയാസ് ലൈക്ക് ഫർണസസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, കംപ്രസ്ഡ് എയർ ഈസ് ദ ഓൺലി ചോയ്സ് ടു ഓപ്പറേറ്റ് ദ കൺട്രോൾ സിസ്റ്റം. ഇതിൽ ഫർണസസ് നമുക്കറിയാം ഹൈ ഹീറ്റ് ആയിരിക്കും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ അത് തന്നെ മനുഷ്യർക്ക് അടുത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഫുഡ് പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഹൈജീനിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ടച്ചിങ്സ് ഒഴിവാക്കുക, അടുത്താരും പെരുമാറാതിരിക്കുക എന്നൊക്കെ ഉള്ളതാണ് നോക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമുക്കറിയാം റേഡിയേഷൻ, അതുപോലെ തന്നെ ഇതേപോലെ ടെമ്പറേച്ചറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകൾ, ഇൻആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസിൽ കംപ്രസ്ഡ് എയർ വെച്ചിട്ടാണ് നമ്മൾ ഓട്ടോമേഷൻ നടപ്പാക്കുന്നത്. Air cylinders are widely used in pneumatic systems since the linear motion is the most common requirement of the system. ലീനിയർ മോഷൻ തന്നെയാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ എയർ സിലിണ്ടർ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. Rotating actuators find their application in hand tools like portable drilling machine. As a general practice, pneumatics is efficiently used in speed control rather than power requirements. Portable drilling machine, ന്യൂമാറ്റിക് മോട്ടോർ വെച്ചിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് ഡെന്റിസ്റ്റിൻ്റെ കയ്യിൽ കാണാൻ സാധിക്കും. ഒരു ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന നിലയ്ക്കാണ് അത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് വൈഡ് റേഞ്ചിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മോട്ടോർ വെച്ചിട്ട് എല്ലാ ടൈപ്പ് ഹാൻഡ് ടൂൾസും ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്ക് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഡ്രില്ലിംഗ് മെഷീൻ, കട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീൻ, അങ്ങനെ എല്ലാ ഹാൻഡ് ടൂൾസും കിട്ടും. അതുപോലെ തന്നെ ഈ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ബോൾട്ടൊക്കെ അഴിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്ന പവർ റെഞ്ച് കിട്ടും. അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇപ്പോൾ ന്യൂമാറ്റിക് മോട്ടോർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഭാഗത്തോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഭാഗത്തൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നോക്കാം. ടോഗിൾ ലിവർ സിസ്റ്റം ഫോർ വർക്ക് ക്ലാമ്പിംഗ്. ഒരു വർക്ക് ക്ലാമ്പിംഗ് ഡിവൈസ് ആണ് കൊടുത്തിട്ടുള്ളത്, ന്യൂമാറ്റിക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു ടോഗിൾ ലിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ താഴെ വർക്ക് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ സിലിണ്ടറിൽ എയർ കൊടുക്കുകയാണെങ്കിൽ പിസ്റ്റൺ ടോഗിൾ ലിങ്കിനെ പുഷ് ചെയ്യും. മേലെ ഇത് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ താഴെയുള്ള ലിങ്ക് ആയിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ അവിടെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്, റെഡ് ആരോ മാർക്ക്. ആ ഒരു രീതിക്ക് നമ്മുടെ ലിങ്ക് താഴേക്ക് പുഷ് ചെയ്യും വർക്കിനെ. അങ്ങനെ വർക്ക് അവിടെ ലോക്കാവും. അതേപോലെ നമ്മൾ ഇനി എയർ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രഷർ കുറയും. അപ്പോൾ തന്നെ ഈ ലിങ്ക് മേലേക്ക് പൊങ്ങി വർക്ക് നമുക്ക് അഴിച്ചെടുക്കാനും സാധിക്കും. ഇതൊരു ഓട്ടോമാറ്റിക് ഫീഡ് മെക്കാനിസത്തിൻ്റെ ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം വർക്ക് ഇതേപോലെ നേരത്തെ കാണിച്ച പോലെ ഒരു ക്ലാമ്പ് വെച്ചിട്ടാണ്, ന്യൂമാറ്റിക്കലി ആയിട്ടുള്ള ഒരു ക്ലാമ്പ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിലിണ്ടർ അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫീഡ് ഇട്ടിട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. അവിടെയും നമുക്കൊരു സിലിണ്ടർ കാണാൻ പറ്റും. അതിലാണ് നമ്മുടെ മില്ലിംഗ് കട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ് ഈ സിലിണ്ടർ എയർ കൊടുക്കുന്ന സമയത്ത് പിസ്റ്റൺ ടൂളിനെ പുഷ് ചെയ്യും. അങ്ങനെ ഇവിടെ കട്ടിങ് നടക്കുകയും ചെയ്യും. ചിത്രത്തിൽ ഒരു ലോഡിനെ പ്ലേസ് ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു മെക്കാനിസമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു ലിങ്ക്, ഒരു വളഞ്ഞ ഷേപ്പിലുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് താഴെ ഒരു പിവറ്റ് ചെയ്ത് ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. അതായത് അത് കറങ്ങാൻ പറ്റുന്ന രീതിയിൽ. പിവറ്റിൽ നിന്ന് സിലിണ്ടർ അല്ലെങ്കിൽ പിസ്റ്റൺ റോഡിൻ്റെ എൻഡിലേക്കുള്ള ദൂരവും അതേപോലെ തന്നെ പിവറ്റിൽ നിന്ന് ലോഡിലേക്കുള്ള ദൂരവും നോക്കിയാൽ ഒന്ന് കുറവും മറ്റേത് കൂടുതലുമാണ്. അതായത് പിവറ്റിൽ നിന്ന് പിസ്റ്റൺ റോഡിൻ്റെ
ഉള്ള ദൂരം കുറവും പിവറ്റിൽ നിന്ന് ലോഡിലേക്കുള്ള ദൂരം കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ താഴെ പിസ്റ്റൺ റോഡ് ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കുന്ന സമയത്ത് മേലെ ലോഡിന്റെ ഭാഗത്ത് വലിയൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കാം, എയർ കൊടുക്കുന്ന സമയത്ത് പിസ്റ്റൺ ആ ലിങ്കിനെ താഴെ പുഷ് ചെയ്യും. ഇതിൽ ഡാർക്കായി കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് പൊസിഷനും, അത് കഴിഞ്ഞാൽ നമ്മൾ എയർ കൊടുത്ത ശേഷം കിട്ടുന്ന പൊസിഷനാണ് ആ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ പുഷ് ചെയ്യുന്ന സമയത്ത് ലോഡ് നേരെ ഇവിടെ നിന്ന് പൊങ്ങി ഡോട്ടഡ് ലൈനിൽ കാണിച്ച ആ ഭാഗത്തേക്ക് പോയെത്താണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബെഞ്ച് വൈസ് ന്യൂമാറ്റിക്കലി ആക്കി ചേഞ്ച് ചെയ്ത പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫിക്സഡ് ജോ അവിടെ തന്നെ നമ്മൾ ബെഞ്ചിൽ ഫിക്സ് ചെയ്തിരിക്കുകയായിരിക്കും. അതിൽ മൂവബിൾ ജോ നമ്മൾ സിലിണ്ടറുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ എയർ കൊടുക്കുക, സാധാരണഗതിയിൽ ഇത് ലൂസ് ആയിരിക്കും. എയർ കൊടുക്കുന്ന സമയത്താണ് ഈ മൂവബിൾ ജോ വന്ന് ഫിക്സഡ് ജോയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആ രണ്ട് ജോയിൻ്റെ ഇടയിൽ വർക്ക് വെച്ച് എയർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്ക് അവിടെ ലോക്കായി നിൽക്കും. അതേപോലെ എയർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഊരിയെടുക്കുകയും ചെയ്യാം. ചിത്രത്തിൽ നമുക്ക് സിലിണ്ടർ കാണാം. അതുപോലെ തന്നെ ആ റോഡിൻ്റെ എൻഡിൽ ഒരു പ്രത്യേക 2 ഹോളുള്ളൊരു പ്രത്യേക ടൈപ്പ് സാധനമാണ് വെച്ചിട്ടുള്ളത്. മേലെ കുറച്ച് സ്ഫിറിക്കലായിട്ടുള്ള ബോൾസ് ആണ് വെച്ചിട്ടുള്ളത്. 2 പാത്ത് കാണാം, 1ഉം 2ഉം എന്ന് മാർക്ക് ചെയ്ത 2 പാത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ മേലെ വെച്ചിട്ടുള്ള ബോൾസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് താഴേക്ക് ഓട്ടോമാറ്റിക്കായി ഇറങ്ങി വരും. അപ്പം അങ്ങനെ വരുന്ന ബോൾസിനെ ഈ നമ്പർ 1ഉം അതുപോലെ നമ്പർ 2 ആയിട്ടുള്ള 2 പാത്തിലേക്ക് മാറ്റി വിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ചിത്രത്തിലുള്ള ഫസ്റ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമ്പർ 1ലൂടെ ആ ബോള് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നതാണ് ചിത്രത്തിലുള്ളത്. അപ്പോൾ അതിപ്പോൾ പിസ്റ്റൺ ഇപ്പോൾ ഫോർവേഡ് മോഷൻ ഫുള്ളായിട്ട് മൂവായി കഴിഞ്ഞു, അതായത് എയർ സപ്ലൈ ഇപ്പോൾ ഉണ്ട്. ഇനി അടുത്ത മോഷൻ, അതായത് ഇനി അത് പിസ്റ്റൺ താഴേക്ക് റിവേഴ്സിൽ വരികയാണെങ്കിൽ ഇപ്പം അതിനകത്ത് കിടക്കുന്ന ബോള് നമ്പർ 2 പാത്തിലേക്ക് താഴേക്ക് വീഴുകയാണ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ മറ്റേ ഹോളിൽ അടുത്ത ബോൾ ഇറങ്ങി ഗ്രാവിറ്റേഷണൽ പുള്ളുകൊണ്ട് അടുത്ത ബോൾ അതിൽ ഇറങ്ങി നിൽക്കും. അടുത്ത ഫോർവേഡ് മോഷനിൽ വീണ്ടും ഈ നമ്പർ 1ലൂടെ ആ ബോൾ താഴെ വീഴും. അങ്ങനെ ഇത് 2 സൈഡിലേക്കുള്ള ഓരോ മോഷനിലും നമ്പർ 1ലൂടെയും നമ്പർ 2ലൂടെയും ഓരോ പ്രാവശ്യം ബോൾ വീണുകൊണ്ടിരിക്കും. അടുത്തത് ഒരു ഫർണസിലുള്ള മോൾട്ടൺ മെറ്റൽ, അതിനെ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുന്ന തരത്തിലുള്ളൊരു മെത്തഡാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു ലാഡിൽ കാണാം. അതിലാണ് അത് ലാഡിൽ നിന്ന് ഒരു സ്പൂണ് പോലുള്ളൊരു സാധനം, അതിൽ മോൾട്ടൺ മെറ്റൽ നിറച്ച ശേഷം അതിനെ ഒരു പാത്തിലൂടെ നേരെ മോൾഡിലേക്ക് ഒഴിക്കുന്നതാണ് രീതി. അപ്പോൾ ഇവിടെ നമുക്ക് സിലിണ്ടറും പിസ്റ്റണും അതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഫർണസിൻ്റെയും മോൾഡിൻ്റെ ഇടയിലായിട്ട് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഡാർക്കായി കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ പിസ്റ്റൺ ഫോർവേഡ് മോഷനിലാണ് നിൽക്കുന്നത്, അതായത് ഫുള്ളായിട്ട് മേലേക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൽ മോൾട്ടൺ മെറ്റൽ നമ്മുടെ ലാഡിൽ കയറി കഴിഞ്ഞു. ഇനി അതേപോലെ ഇനി പിസ്റ്റൺ ബാക്ക്വേർഡ് മോഷനിൽ വരികയാണെങ്കിൽ നമുക്ക് ലാഡിലിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ താഴേക്ക് വലിക്കുകയും അപ്പോൾ ഈ ലാഡിൽ ഓൾറെഡി ഡോട്ടഡ് ലൈനിൽ കാണിച്ച പൊസിഷനിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൽ നിറഞ്ഞ മോൾട്ടൺ മെറ്റൽ മോൾഡിലേക്ക് ഒഴുകി ആ മോൾഡ് നിറയുന്ന ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. Hazards and safety precautions in pneumatic system. Take precaution against corrosion in pneumatic components. കൊറോഷൻ, തുരുമ്പ് പോലുള്ള കൊറോഷൻസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിലൂടെ ലീക്കേജും മറ്റുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഒരു ഡേഞ്ചറാണ്. അപ്പോൾ കൊറോഷൻ ഇല്ലാതെ അതിനെതിരെയുള്ള പ്രിക്കോഷൻസ് എടുക്കണം. അതായത് പെയിൻറ്റിങ്ങോ അതേപോലെ പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ്, പൗഡർ കോട്ടിങ്, അങ്ങനെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളത് യൂസ് ചെയ്യണം. ഡു നോട്ട് യൂസ് കംപ്രസ്ഡ് എയർ ടു ക്ലീൻ ബോഡി പാർട്സ്. ഒരിക്കലും നമ്മൾ കംപ്രസ്ഡ് എയർ വെച്ചിട്ട് നമ്മൾ ബോഡി പാർട്സ് ക്ലീൻ ചെയ്യാൻ പാടില്ല.
കാരണം കംപ്രസ്ഡ് എയർ അത്യാവശ്യം ലോ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന എയർ ആണെങ്കിൽ പോലും അത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി പാർട്സിനെ ഡാമേജ് ചെയ്യാൻ അത് മതി. കണ്ണ്, ചെവി, അങ്ങനെയുള്ള ഏതെങ്കിലും ആയാലും മതി. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ മെറ്റൽസിൻ്റെ ചെറിയ ചീളുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇതേപോലെ ഈ എയർ അടിക്കുകയാണെങ്കിൽ അത് നല്ല ഫോഴ്സ് ആയിരിക്കും പറന്നു വന്ന് നമ്മുടെ ഏതെങ്കിലും പാർട്ടിൽ, ഇപ്പോൾ കണ്ണിലോ അല്ലെങ്കിൽ കണ്ണൊക്കെ ഡാമേജ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എവിടെയെങ്കിലും ആണെങ്കിലും കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബോഡി പാർട്സ് ക്ലീൻ ചെയ്യാൻ എയർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ചെറിയ ഓപ്പണിങ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അധിക എയർ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ലൈനിൽ എയർ ബബിൾസ് ഉണ്ടാവും. അതൊക്കെ ഒരുപാട് ഡേഞ്ചറാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാതിരിക്കുക. നെവർ യൂസ് കെറോസിൻ ടു ക്ലീൻ ന്യൂമാറ്റിക് സിസ്റ്റം. കെറോസിൻ നമ്മൾ ന്യൂമാറ്റിക് സിസ്റ്റം ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാതിരിക്കുക. കെറോസിൻ ഒന്നാമത് ഫ്ലെയിമബിൾ ആണ്. അത് മാത്രമല്ല അതൊരു ലിക്വിഡും കൂടിയാണ്. ലിക്വിഡ് കംപ്രസ് ആവില്ല. നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ലിക്വിഡ്സ് കയറി കൂടി കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പോരാത്തതിന് അത് ഫ്ലെയിമബിളും ആണ്. കംപ്രസ്ഡ് എയർ ഡസ് നോട്ട് ഇഗ്നൈറ്റ് ബട്ട് ക്യാൻ എക്സ്പ്ലോഡ് ഡ്യൂ ടു പ്രഷർ. കംപ്രസ്ഡ് എയർ ഒരിക്കലും തനിയെ ഇഗ്നൈറ്റ് ആവില്ല. സാധാരണ എയർ ആണല്ലോ, അപ്പോൾ അത് ഇഗ്നൈറ്റ് ആവാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ പ്രഷർ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, അതുപോലെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഫെയിൽ ആവുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഹൈ പ്രഷർ ആകുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ അതിനകത്തേക്ക് വരികയാണെങ്കിൽ അത് എക്സ്പ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. Pneumatic system operates at high speed. Most of the accidents happen due to crushing, hence take care when handling. ന്യൂമാറ്റിക് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഓപ്പറേറ്റിംഗ് അറ്റ് ഹൈ സ്പീഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധയില്ലായ്മ കാരണം എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ എവിടെയും കൈവിടാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണം ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ. Do not put hands in the path of operating components. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ മാത്രമല്ല എവിടെയായാലും ഒരു ഓപ്പറേറ്റിംഗ് കമ്പോണൻസിൻ്റെ പാത്തിൽ, അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ കൈയിടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഇവിടെ പ്രത്യേകിച്ച് ഈ ന്യൂമാറ്റിക് സിസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹൈ സ്പീഡിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈൻ്റെ പണി കഴിയും. അവോയ്ഡ് കോണ്ടാക്ട് ഓഫ് പ്ലാസ്റ്റിക് പൈപ്പ് വിത്ത് ഷാർപ്പ് എഡ്ജസ്. പ്ലാസ്റ്റിക് പൈപ്പ്സ് അല്ലെ എന്തായാലും ഷാർപ്പ് എഡ്ജുള്ള സാധനങ്ങളിൽ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ക്ലോസ് മെയിൻ വാൾവ് ടു അൺപ്രഷറൈസ് ന്യൂമാറ്റിക് സിസ്റ്റം പ്രയർ ടു മെയിൻ്റനൻസ് വർക്ക്. മെയിൻ്റനൻസ് വർക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും മെയിൻ വാൾവ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എയർ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും അത് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിന് മുന്നേ മെയിൻ വാൾവ് അടച്ചു എന്ന് ഉറപ്പ് വരുത്തണം. Loose connection may cause withdrawal of pneumatic hose that whips due airflow. This whipping action may cause injury. നമ്മൾ ഒരുപാട് ഹോസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ. അത് എത്ര ചെറുതായാലും ലൂസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഹൈ പ്രഷർ എയർ ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ കുറച്ച് നേരം പ്രോപ്പറായി വർക്ക് ചെയ്യും, അതിന് ശേഷം ഇത് ഊരി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ എയർ ഹൈ പ്രഷർ ആയതുകൊണ്ട് ഈ ഹോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുഴറ്റാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മേത്ത് തട്ടുകയാണെങ്കിൽ എന്തായാലും ഡാമേജ് ഉണ്ടാവും, ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ സേഫായിട്ട് അത് എപ്പോഴും നോക്കണം. ലൂസ് കണക്ഷൻസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ കുറച്ച് എപ്പോഴും അതിനോട് അകലം പാലിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആവശ്യമില്ലാതെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സാധാരണ ബേസിക് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻസ് ആണ് ഇതിൽ കാണിച്ചത്. അതായത് ഏറ്റവും ചെറിയ രീതിയിൽ ന്യൂമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെയിലി കാണുന്ന സാധനങ്ങളിലൊക്കെ ഇതങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. നിങ്ങൾക്ക് നെറ്റിൽ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള ഇൻഡസ്ട്രിയൽ വർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസിലായാലും എവിടെയായാലും ഇപ്പോൾ അസംബ്ലി ലൈനിലൊക്കെ ആയാലും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ചെറിയ ചെറിയ പാർട്സ് വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ന്യൂമാറ്റിക് സിസ്റ്റംസ് ഉണ്ട്. ചെറിയ സിസ്റ്റംസ് ഉണ്ട്, വലിയ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അത് നോക്കി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വർക്കിംഗ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് സേഫ്റ്റി ഇതുമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.